നമ്മൾ സെയിലായിട്ട് എത്തിച്ചിട്ടുള്ളത് 2016 മോഡൽ ബലേനോ സീറ്റ CVT ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. 2014 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VDI വരുന്നുണ്ട്. 2011 മോഡൽ ഹോണ്ടയുടെ ബ്രിയോ വരുന്നുണ്ട്. 2018 മോഡൽ സ്വിഫ്റ്റ് LX വരുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് വിലയും നമ്മൾ പറയുന്നുണ്ട്. ഇത് എല്ലാത്തിൻ്റെയും ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ്. അതെല്ലാം അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസുകൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 2016 മോഡൽ ബലേനയാണ് വാഹനം വരുന്നത്. മാരുതിയുടെ ബലേനയാണ്. ഈ വാഹനം 2016 രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ സീറ്റ ഏറ്റവും ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള മോഡലാണ് സീറ്റയാണ് ഓപ്ഷൻ വരുന്നത്. ഈ വാഹനം CVT ഓട്ടോമാറ്റിക്കാണ് ട്രാൻഷൻ വരുന്നത്. അതുപോലെ പെട്രോളാണ് ഫ്യൂവൽ വരുന്നത്. ഈ വാഹനം സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. അതുപോലെ ഈ വാഹനം സഞ്ചരിച്ചത് 88,000 കിലോമീറ്ററാണ്. അത് ഫുള്ളി കമ്പനി സർവീസിലാണ്. യാതൊരു മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തില്ല. ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ് ഈ വാഹനത്തിന്. ഈ വാഹനത്തിന് വില ചോദിക്കുന്നത് 5,78,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ ഫിനാൻസും അവൈലബിൾ ആണ്. ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. 2016 മോഡൽ CVT ഓട്ടോമാറ്റിക്കിൽ വരുന്ന ബലേനോ സീറ്റയാണ് വേരിയൻ്റ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഓൺഷിപ്പിലാണ് വാഹനം നിലവിലുള്ളത്. വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 5,78,000 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് 2014 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ആണ് വാഹനം വരുന്നത്. ഈ വാഹനം 2014 രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ തന്നെ ഡിസയർ VDI ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. മാനുവലാണ് ട്രാൻഷൻ വരുന്നത്. അപ്പോൾ തന്നെ വാഹനം സഞ്ചരിച്ചത് 1,29,000 കിലോമീറ്ററാണ്. ഫുള്ള് കമ്പനി സർവീസിലാണ്. യാതൊരു മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് ഈ വാഹനത്തില്ല. അപ്പോൾ തന്നെ സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം യാതൊരു മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് ഈ വാഹനത്തില്ല. ഈ വാഹനത്തിന് വില ചോദിക്കുന്നത് 3,90,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ്. 2014 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VDI ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിലുള്ളത്. നല്ല മൈലേജ് ഉള്ള ഒരു വാഹനമാണ്. സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വാഹനമാണ്. യാതൊരു മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിലെ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് ഈ വാഹനത്തിന്. വില ചോദിക്കുന്നത് 3,90,000 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് 2011 മോഡൽ ഹോണ്ടയുടെ ബ്രിയോ ആണ് വാഹനം വരുന്നത്. ഈ വാഹനം 2011 രജിസ്ട്രേഷനാണ് വരുന്നത്. 1.2 പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. V ഓപ്ഷനിലാണ് വാഹനം വരുന്നത്. അപ്പോൾ തന്നെ വാഹനം സിംഗിൾ ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററോ ഒന്നും ഈ വാഹനത്തില്ല. അപ്പോൾ തന്നെ വാഹനം സഞ്ചരിച്ച 1,08,000 കിലോമീറ്ററാണ്. അതിന് വാഹനത്തിന് വില ചോദിക്കുന്നത് 3,10,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ ഫിനാൻസും അവൈലബിൾ ആണ്. ഈ വാഹനത്തിൻ്റെയും ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2011 മോഡൽ ഹോണ്ടയുടെ ബ്രിയോ ആണ്. സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ്. യാതൊരു മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിനില്ല. ഈ വാഹനത്തിന് ഫിനാൻസും അവൈലബിൾ ആണ്. വില ചോദിക്കുന്നത് 3,10,000 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് 2018 മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് വാഹനം വരുന്നത്. ഈ വാഹനം 2018 രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ തന്നെ LXI ബേസ് വേരിയന്റ് ആണ് വാഹനം വരുന്നത്. ഈ വാഹനം സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 78,000 കിലോമീറ്ററാണ്. യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററോ ഒന്നും ഈ വാഹനത്തിനില്ല. അപ്പോൾ തന്നെ ഈ വാഹനം ഫുള്ളി കമ്പനി സർവീസിലാണ് ഈ വാഹനം വരുന്നത്. പെട്രോൾ മാനുവലാണ് ട്രാൻഷൻ വരുന്നത്. ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 5,10,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെയും ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ താല്പര്യമുള്ള നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2018 മോഡൽ സ്വിഫ്റ്റ് LXI ബേസ് വേരിയൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വാഹനമാണ്. വെറും 78,000 കിലോമീറ്റർ വാഹനം സഞ്ചരിച്ചിട്ടുള്ളൂ. ഫുള്ളി കമ്പനി സർവീസ് റെക്കോർഡുള്ള വാഹനമാണ്. വില ഉദ്ദേശിക്കുന്നത് 5,10,000 രൂപയാണ്.